CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരവുമായി ഒരു കുടുംബം എത്തിയിരിക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറി വീട് വെക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ആരോപിച്ചാണ് സമരം. പാർട്ടി കുടുംബവുമായി ചർച്ച ചെയ്ത് വിഷയം പരിഹരിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശശികുമാർ നൽകുന്ന വിശദീകരണം. ഇപ്പോൾ പോലീസും എത്തിയിട്ടുണ്ട്. തിരൂരങ്ങാടി സ്വദേശി റിയാസും കുടുംബവുമാണ് സമരം നടത്തുന്നത്. മുബഷീർ പി അക്ബറാണ് ചേരുന്നത്. മുബഷീർ, എന്താണ് സംഭവിച്ചത്? പാർട്ടി ഓഫീസിന് മുന്നിൽ സമരം ചെയ്യാൻ എത്തിയിരിക്കുന്നതിന്റെ ഒരു സാഹചര്യം എന്താണ്? മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി കൊടിക്കി സ്വദേശിയായിട്ടുള്ള റിയാസും കുടുംബവുമാണ് മലപ്പുറം CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ ഇത്തരമൊരു സമരവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. റിയാസ്, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു മുദ്രാവാക്യം എഴുതിയ ഒരു പോസ്റ്ററൊക്കെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു മേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായി വീട് നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ഒരു പ്രാദേശിക CPM നേതാവിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കൾക്ക് പരാതി കൊടുത്തിരുന്നു, പോലീസിന് പരാതി കൊടുത്തിരുന്നു, പല ഘട്ടങ്ങളിലായി പരാതി കൊടുത്തിട്ട് നടപടിയാകാത്ത സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ CPMന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിലേക്ക് ഇത്തരമൊരു സമരവുമായി എത്തേണ്ടി വന്നത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പാർട്ടി ജില്ലാ നേതൃത്വം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്തരമൊരു സമരവുമായി അവർ ഇങ്ങോട്ട് കടന്നു വന്ന സാഹചര്യത്തിൽ അവരുമായിട്ട് വിഷയം ചർച്ച ചെയ്യും, പരിഹരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുകയാണ്. ഭാര്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയാസിന്റെ ഭാര്യയാണല്ലേ? എന്താ കാരണം? എന്താ ഈ സമരത്തിന്റെ കാരണം? സമരത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 2 വർഷത്തോളമായി ഞങ്ങൾ കുടുംബത്തിനൊരു വീട് വെക്കാന്നുള്ള ഉദ്ദേശത്തിൽ നടക്കണം. ഇപ്പോഴൊക്കെ ഈ സുബൈർ പട്ടേരിക്കുന്നതിന് ഞങ്ങളെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഇതുപോലെ തറ കീറിയപ്പോൾ അതിൻ്റെ ചാലൊലിച്ചത് ഇവരെല്ലാവരും കൂടി ചെറുതൊരു ആശ്രിതമായി ചെയ്തതാണെന്ന് തോന്നുന്നു. തറ തൂർത്ത് കളഞ്ഞിരുന്നോ? ാണോ നിങ്ങൾ വീട് വെക്കാൻ തന്നെ സ്ഥലം വാങ്ങി വീട് വെക്കാൻ നോക്കിയിരുന്നത്? എന്തുകൊണ്ടാണ്? പെട്ടൊരു സ്ഥലമാണത്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലായതാണ് ഞങ്ങളൊരു കുടുംബത്തിനുള്ളൊരു അമ്മൂമാരുടെ സ്ഥലം വാങ്ങിയതാണ്. അപ്പോൾ ഓരൊക്കെ വലിയ പാർട്ടിക്കാർ ഞങ്ങളെ വെച്ചിങ്ങാണ്ട് അത് പാടം നികത്താനുള്ള ഇത് കളിപ്പിക്കുകയാണെന്നാണ് ഇവരെ വാദം. അവരങ്ങനെയാണ് പറയണത്. നിങ്ങൾ വീട് വെക്കാൻ നോക്കുന്ന ഞങ്ങൾ 2 വർഷത്തോളമായി വീട് വെക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ തറ തകർത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ആരാ തകർത്തത്? ആരാ ഞങ്ങൾക്ക് അത് അറിയാനാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഇതിൽ നിന്നിട്ടുള്ളത്. എൻ്റെ അത് ചെയ്തൊരു കുറ്റകൃത്യം ചെയ്ത ആൾക്കാർ ആരാണെന്ന് അറിയലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങളോട് ഈ പറയപ്പെടുന്ന സുബൈർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര പക? കുടുംബത്തിലുള്ള വൈരാഗ്യം ആദ്യം ഇവര് പാരമ്പര്യമായിട്ടുള്ളതൊരിതുണ്ട്. അങ്ങനെ ഒരു ഇത് വെച്ച്. നിങ്ങളെ ബന്ധുവാണോ? അല്ല, അടുത്തുള്ള ആളാണ്. കുടുംബപരമായിട്ട് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു നേരത്തെ? അമ്മൂമ്മമാര് തമ്മിൽ എന്താ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടത് എനിക്കറിയില്ല. അങ്ങനെ വൈരാഗ്യം തീർക്കുകയാണെന്നുള്ളതിലാണ് അവർ പറഞ്ഞത്. ശരി, നമുക്ക് ഇക്കാര്യത്തിൽ എന്താണ് CPM നേതാക്കൾക്കുള്ള സുബൈറിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. പ്രവർത്തനം ഈ പാർട്ടി സംവിധാനത്തെ ഉപയോഗിച്ച് അവന് എൻ്റെ ഭൂമി 5 സെൻറ്റ് ഭൂമി ഹൈക്കോടതിയിൽ അവന് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പാർട്ടി കൊടുത്തതാണോ അവൻ സ്വമേധയെ കൊടുത്താണെന്ന് അറിയില്ല. നിങ്ങളുടെ വീട് നിർമ്മാണത്തിന് സ്റ്റേ വന്നിട്ടുണ്ട്, അവിടെ സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. വീട് നിർമ്മിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുണ്ട്. ഇവൻ കൈപ്പറ്റിയാണ്. അവൻ്റെ ആ പേപ്പറിൽ സുബൈർ പട്ടേരിക്കുന്നത്ത് സൽമാൻ ഫാരിസ് പറഞ്ഞ ആളുകളാണ് അതിൽ ഒപ്പിട്ടിട്ടുള്ളത്. പക്ഷെ അത് പാർട്ടി ചെയ്തതാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിന് പാർട്ടി അറിഞ്ഞിട്ടുണ്ട് പറയുന്നത്. ഈ വ്യക്തികൾ സുബൈർ പട്ടേരിക്കുന്നതും ഈ സൽമാൻ ഫാരിസും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിലൊരു ശരിയായ ദിശയുള്ളത് കൊണ്ടല്ലേ കോടതി അത്ര ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക, സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് അവരായിട്ട് അങ്ങോട്ട് പോയിട്ട് ഞാൻ കൊടുപ്പിച്ചതല്ല. ഇവരങ്ങോട്ട് പോയിട്ട് ഇത് ഇവിടെ പണി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റെട്ട് പെറ്റീഷൻ കൊടുത്തതാണ്. സുബൈറായിട്ട് വേറെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ? ഒരു വ്യക്തി വൈരാഗ്യമില്ല. ഞാനും പാർട്ടിയിൽ ഒരേ ലെവലിൽ പോയിരുന്ന ഒരാളായിരുന്നു. ഈ CPMന്റെ ഓഫീസിന് മുൻപിൽ സമരം സംഘടിപ്പിക്കും. ഇവർക്ക് എന്താ ഇതിൽ റോള്? CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ആളുകളെ ഇത് അറിയിക്കുക എന്നുവെച്ചാൽ ഇപ്പോൾ ഭരണപക്ഷം CPMന്റെ ആളുകളാണല്ലോ. അപ്പോൾ ആ ലെവലിലാണ് ഞാൻ എനിക്ക് മുന്നേ ഈ CPM പ്രവർത്തകരെയും എല്ലാവരെയും അറിയുന്ന ആളുകളാണ്. ഞാൻ എല്ലാ പാർട്ടികളായിട്ടും ബന്ധപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവരെ അറിയിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലും സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട്. സുബൈർ അല്ലാത്ത വേറൊരാളും അവിടെ ഞങ്ങൾക്ക് ഈ പ്രയാസപ്പെടുത്തലിന് വന്നിട്ടില്ല. ഒരാൾ വന്നിട്ടില്ല. ഇവൻ നിരന്തരമായിട്ട് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. നേരത്തെ സുബൈറിനല്ല, സുബൈറിൻ്റെ സഹായിയായിട്ട് വരുന്ന ഒരു സൽമാൻ ഫാരിസിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ ഗ്രാൻഡ് ഫാദറിനേറ്റ്. അപ്പോൾ ആ വിഷയം എൻ്റെ മേൽക്കിട്ട് എന്നെ പ്രയാസപ്പെടുത്താണ്. പക്ഷെ അവൻ പറയുന്ന വിലക്ക് ഇവിടുന്ന് വിറ്റ് പോകണം. കണ്ടത് ഇക്കാര്യത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കുടുംബം സമരം നടത്തുകയാണ്. അത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സമരം എന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശശികുമാർ മുൻ MLA പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടി പോകാം. അവർക്ക് എന്തെങ്കിലും അനീതി
ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കും, ഒരു സംശയമില്ല. അതിന് മുമ്പ് ഒരു കേസ് കേൾക്കുന്നതിന് മുമ്പ് വിധി പ്രഖ്യാപിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് താനൂർ മേഖലയിലെ ഒരു പ്രദേശത്തുള്ള ഒരാളുടെ സഖാവിൻ്റെ പരാതിയാണ്. നമുക്ക് പരാതി കിട്ടിയാൽ നമുക്ക് പരിശോധിക്കാം, എന്താ ഉണ്ടായതെന്ന് നോക്കാം. അതിൽ വല്ല അനീതി ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇടപെടാം, ഒരു സംശയമില്ല. സമരത്തിലാവുന്നത് തന്നെ നമുക്കറിയില്ല. ഞാൻ അവരെ വിളിച്ച് എന്താണോ അവർക്ക് പറയാനുള്ളത് അത് കേൾക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അവർ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഒരു പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആരുടെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഇത് അറിഞ്ഞു വരില്ലല്ലോ. ഞാൻ പറയുന്നത് നിഷ്കളങ്കമായൊരു ഏർപ്പാടാണ് ഇതെന്ന് കരുതാൻ. ശരി, ഏതായാലും ഈ ഘട്ടത്തിൽ പോലീസ് വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പാർട്ടി ജില്ലാ നേതൃത്വവും ഇടപെടുമെന്നാണ് ശശികുമാർ മുൻ MLA യും ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ അദ്ദേഹം പറയുന്നത്. ഏതായാലും റിയാസും കുടുംബവും സമരത്തിൽ തന്നെയാണ്. മുബഷിർ P. അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പരാതിയുമായി എത്തി എന്നതാണ്. നേരത്തെ പലതവണ സംസാരിച്ചിരുന്നു. പോലീസും വിഷയത്തിൽ ഇടപെടുന്നുണ്ടെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.